എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് ദിവസങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് അത് ഒരു ജീവിതമാകുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ജീവിതം മൊത്തത്തിൽ മനോഹരമാവണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓരോ ദിവസത്തെയും സുന്ദരമാക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും മികച്ചതാക്കണമെങ്കിൽ പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതില്ലേ? ആ ദിവസം ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് ആരംഭിക്കാനാവണം, അല്ലേ? ഒരു ദിവസത്തെ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ആരംഭിക്കാനാവുക? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 6 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്നാൽ ഇതോടൊപ്പം ചെറിയൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കുറച്ച് ആളുകളെങ്കിലും ഈ വീഡിയോ വിമർശനാത്മകമായിട്ട് ചിന്തിച്ചേക്കാം. കാരണം ഈ നൈറ്റ് ഷിഫ്റ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, IT മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, സെക്യൂരിറ്റി മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും രാവിലെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതി മറ്റൊരു തരത്തിലാണ്, അല്ലേ? നൈറ്റിൽ ജോലി ചെയ്ത് പകൽ റെസ്റ്റ് എടുക്കുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ മറ്റൊരു രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അവരുടെ പ്രശ്നങ്ങളെ മറ്റൊരു രീതിയിലാണ് പരിഹരിക്കപ്പെടേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. തൽക്കാലം സ്നേഹത്തോടെ അങ്ങനെയുള്ള കുറച്ച് ആളുകളെ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. ബാക്കിയുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും പകല് ജോലി ചെയ്യുന്നവരാണ്, രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളാണ്, രാവിലത്തെ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളാണ്. ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ചില ആളുകൾ പറയാറുണ്ട്, ജീവിതത്തെ അങ്ങനെ അടുക്കും ചിട്ടയോടും കൂടിയൊന്നും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല, അങ്ങനെ ടൈം ടേബിൾ പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നല്ല ജീവിതം എന്നൊക്കെ ചില ആളുകളെങ്കിലും പറയാറുണ്ട്. ചില ആളുകളല്ല, പല ആളുകളും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും, അതായത് ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ, ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ, ഇനി ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ, ഒരു എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ, ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ ജീവിതത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും, അല്ലേ? അങ്ങനെ തോന്നുമ്പടിയല്ല കാര്യങ്ങളൊന്നും ചെയ്യാറുള്ളത്. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ചില അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കില്ലേ? നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിനാണോ? അല്ല, അവിടെയുള്ള ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അവിടെ പോവേണ്ടി വരിക, കാര്യങ്ങൾ ചോദിക്കേണ്ടി വരിക, അന്വേഷിക്കേണ്ടി വരിക, ചെയ്യേണ്ടി വരിക, ഒക്കെ ചെയ്യുക. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു സിസ്റ്റം എല്ലാവിടെയും നടപ്പിലാക്കുന്നത്? അവിടെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, അത് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ആ ഒരു സിസ്റ്റം അവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലായിട്ട് അത് പരാജയപ്പെടാൻ തുടങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സിസ്റ്റം എല്ലാ കാര്യങ്ങളിലും നമുക്ക് ആവശ്യമുണ്ട്. അത് വിജയത്തിന് വേണ്ടിയിട്ടാണ്, ഉയർച്ചകൾക്ക് വേണ്ടിയിട്ടാണ്, പുരോഗതി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? എന്നാൽ ഇതേ കാര്യം തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ പലപ്പോഴും പല ആളുകളും തയ്യാറാവാറില്ല. ജീവിതത്തിൽ അടുക്കും ചിട്ടയുമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്ന കാര്യത്തോട് മുഖം തിരിച്ച് നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകളും. എന്നാൽ അവനവൻ്റെ ജീവിതത്തിൽ വിജയങ്ങൾ, നേട്ടങ്ങൾ, പുരോഗതികൾ, നല്ല കാര്യങ്ങൾ ഒക്കെ സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളിൽ ഒന്ന് അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിത രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെയാണ്. തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിത രീതി നമ്മൾ തീർച്ചയായിട്ടും വളർത്തിയെടുക്കേണ്ടതുണ്ട്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഒരു ദിവസം ഏറ്റവും മികച്ച രീതിയിൽ തുടങ്ങുക എന്ന് പറയുന്നത് അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഒരു ദുശ്ശീലമുണ്ട്. എന്താണെന്നറിയോ? രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മളെ കൈയൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ തിരയാൻ തുടങ്ങും. എന്തിനാണെന്നറിയോ? ഫോണിന് വേണ്ടിയിട്ട്. ശരിയല്ലേ? മണിക്കൂറുകളോളം രാവിലെ ഫോൺ നോക്കി ബെഡിൽ കിടന്നുറങ്ങുന്ന ഒരുപാട് ആളുകളില്ലേ ഈ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ? ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു യുവാക്കളും വിദ്യാർത്ഥികളുമൊക്കെയാണ്. ഏറ്റവും ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കേണ്ട സമയമാണ് രാവിലത്തെ സമയം എന്ന് പറയുന്നത്. എന്നാൽ ആ സമയത്തെ നിർജീവമാക്കി കളയുന്ന ആളുകളാണ് നമ്മളൊക്കെ, ഡെഡാക്കി കളയും. ഈ വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് മണിക്കൂറുകളോളം രാവിലെ തന്നെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പരിപാടി നോക്കുന്നത്, ഈ കലാപരിപാടി ചെയ്യുന്നത് നമ്മളിലേക്ക് തന്നെ ചുരുങ്ങി നിൽക്കുന്നതിന് മാത്രമേ സഹായിക്കുകയുള്ളൂ. ഒരു പോസിറ്റീവ് എനർജി ബിൽഡ് ചെയ്യപ്പെടുന്നതിന് അത് തടസ്സമായി നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് രാവിലെ തന്നെ ഉണർന്നു കഴിഞ്ഞാൽ
ഈ ഫോൺ നോക്കുന്ന കലാപരിപാടി നമ്മൾ ആദ്യം നിർത്തുക. കുറച്ച് സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഫോണൊക്കെ നോക്കിക്കോ. അതല്ലാതെ രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ ഈ ഫോൺ തിരയുന്ന സ്വഭാവവും ഫോൺ നോക്കുന്ന സ്വഭാവവും നമ്മൾ ആദ്യം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രാവിലെ എഴുന്നേറ്റ് ഒരു 5 മണിക്ക് 5:30 എഴുന്നേറ്റിട്ട് നിങ്ങൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. വീടിന് പുറത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയോ ഓടുകയോ മറ്റ് വ്യായാമം ചെയ്യാനോ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് എക്സർസൈസ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ ആരോഗ്യത്തെ ബിൽഡ് ചെയ്യുന്നതിന്, നമ്മുടെ മാനസികമായ ആരോഗ്യമാണെങ്കിലും ശാരീരികമായ ആരോഗ്യമാണെങ്കിലും അത് ബിൽഡ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയമാണ് ഈ രാവിലത്തെ സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഒറ്റയ്ക്ക് മാത്രമല്ല, വേണമെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ പാർട്ട്ണറെയോ നമ്മുടെ മക്കളെയോ ഒക്കെ കൂട്ടിയിട്ട് രാവിലെ നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. അതുണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടല്ലോ, വളരെ വലുതായിരിക്കും. കാരണം ഒരുപാട് സംസാരിക്കാനുള്ള സ്പേസ് കിട്ടും. നമ്മുടെ ഈ കുടുംബത്തോടൊപ്പം പുറത്തിറങ്ങുക രാവിലെ തന്നെ ആ ഫ്രഷ് എയറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബന്ധങ്ങളിൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ മക്കളും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും കൂടി രാവിലെ ഒന്ന് നടക്കാനിറങ്ങുക. അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. ഒരുപാട് സംസാരിക്കുവാനും ഒരുപാട് അവനവൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച്, സ്വപ്നങ്ങളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചൊക്കെ സംസാരിക്കുവാൻ നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രഷ് എയറാണ്, മനസ്സൊക്കെ വളരെ ഫ്രീ ആയിരിക്കും. ശാരീരികമായ മാനസികമായിട്ടുള്ള ആരോഗ്യം അവിടെ ബിൽഡ് ചെയ്യപ്പെടുന്നുണ്ട്. കുടുംബപരമായിട്ടൊരു ഐക്യം, സ്നേഹം, ബന്ധം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ അതിന് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത്യാവശ്യമുള്ള കാര്യമാണ്. അത് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക്, വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, തിരക്ക് പിടിച്ചിട്ട് നമ്മൾ ജോലിക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ്. മിക്ക ആളുകളുടെയും അവസ്ഥ നേരെ തിരിച്ചാണ്. ഒരു ഓട്ട മത്സരമാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സമാധാനത്തോടെ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനൊന്നും തയ്യാറാവില്ല. ചില ഓഫീസുകളിലൊക്കെ പഞ്ചിങ് ടൈമാണ്, കൃത്യസമയത്ത് എത്തണം. അവസാനത്തെ സെക്കൻഡിലൊക്കെയാണ് നമ്മൾ കമ്പനിയിലെത്തും, ഓടിക്കതച്ചവിടെ എത്തും. നമ്മളൊന്ന് ആലോചിക്കുക, ആകെ ഒരു അസ്വസ്ഥമായിട്ടാണ് നമ്മളൊരു ഓഫീസിലേക്ക്, നമ്മുടെ ജോലി സ്ഥലത്തേക്ക് എത്തിപ്പെടുക. ഇതിന് പകരം നമുക്കൊരു 20 മിനിറ്റാണ് വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോവേണ്ടതെങ്കിൽ ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ നേരത്തെ ഇറങ്ങിയെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല. അത് നമുക്ക് ഒരുപാട് ഗുണമാണ് ചെയ്യുക, അല്ലേ? നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയിരിക്കും. തിരക്ക് പിടിച്ചോടുന്നതിൻ്റെ ആ ഒരു അസ്വസ്ഥതയൊന്നും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കില്ല. ഇത് മുതിർന്ന ജോലിക്ക് പോകുന്ന ആളുകളെ മാത്രമല്ല, സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. ബസ്സൊക്കെ റോഡിൽ വന്ന് നിന്നിട്ടുണ്ടാവും, ടിഫിൻ ബോക്സ് എടുത്തു വെച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇത് തന്നെ ദിവസവുമുള്ള കലാപരിപാടി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? പങ്ക്ച്വാലിറ്റി നമുക്കില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ പങ്ക്ച്വാലിറ്റിക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെയാണ് ജീവിതത്തിൽ അടുക്കും ചിട്ടയുമൊക്കെ ഉണ്ടാവണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. നമ്മൾ ചെയ്യുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഇതൊരു സ്വഭാവമായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു അടുക്കും ചിട്ടയുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക, കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക. ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഈ സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് നായികയ്ക്ക് 40 വട്ടം സെൻട്രൽ ഹാളിലേക്ക് ഓടി വരുന്നൊരു പരിപാടിയുണ്ട് രാവിലെ. എന്തിനാണെന്നറിയോ? സമയം നോക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം നോക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു സമയമുണ്ടല്ലോ, അത് തന്നെ ഒരു വലിയ സമയം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, സെൻട്രൽ ഹാളിലും ബെഡ്റൂമിലും മാത്രമല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്ലോക്ക് സെറ്റ് ചെയ്യേണ്ടത് അവനവൻ്റെ അടുക്കളയിലാണ് എന്നുള്ളതാണ്. കാരണം നമ്മുടെ സമയത്തെ ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലം അവനവൻ്റെ വീടിൻ്റെ അടുക്കളയിലായിരിക്കും. കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്ലോക്ക് നിർബന്ധമായിട്ടും ഇന്നു മുതൽ അവനവൻ്റെ അടുക്കളയിൽ വെക്കുക. ഒരു 150-200 രൂപ മാത്രമേ ഒരു നല്ലൊരു ചെറിയൊരു ക്ലോക്കിന് വരികയുള്ളൂ. അതുകൊണ്ട് അതവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം നമ്മൾ പോലും അറിയാതെ മാനേജ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്, ഉപകാരപ്പെടും. ഒരു തമാശ പറഞ്ഞതല്ല, നല്ലൊരു കാര്യമാണ് തീർച്ചയായിട്ടും. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ഫോൺ നോക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, രാവിലെ ഒരു 5 മണിക്ക് 5:30 എഴുന്നേറ്റിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യായാമങ്ങൾ ചെയ്യുക. അത് ഒറ്റയ്ക്ക് പോകാം, ഫാമിലിയോടൊപ്പം നമുക്ക് പോകാം. മൂന്നാമത്തത്, വീട്ടിൽ ഈ തിരക്ക് പിടിച്ച് രാവിലെ നമ്മൾ ജോലിക്ക് പോവുകയോ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞു വിടുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബെഡ്റൂമിൽ ഒരു നല്ലൊരു പിക്ചർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന, നമുക്ക് സന്തോഷം നൽകുന്ന ഒരു പിക്ചർ, ഒരു പെയിൻറ്റിങ്സ് എന്തു തന്നെയാവാം. നല്ലൊരു സ്മൈലി ആവാം, ഒരു നാച്ചുറൽ പെയിൻറ്റിങ്സ് ആവാം.
അതുമല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമുണ്ട്, ഒരു മനോഹരമായിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ കുറച്ച് വലിപ്പത്തിൽ ഒന്ന് സെറ്റ് ചെയ്ത് അവനവൻ്റെ ബെഡ്റൂമിൽ വെക്കുക. രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഇതാണ് കാണുന്നത്. അത് ഒരു കുടുംബത്തിലുണ്ടാക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ വളരെ വലുതായിരിക്കും. കുടുംബത്തിൽ കുറേ ഐക്യമുണ്ടാക്കുന്നതിലും ഈ സ്നേഹമൊക്കെ ഊട്ടിയുറപ്പിക്കുന്നതിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ കാണുന്നത് ഇതാണ് അല്ലേ, നമ്മുടെ കുടുംബത്തിൻ്റെ ഫോട്ടോ, നമ്മുടെ ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എല്ലാവരും ഒപ്പം കൂടി സ്നേഹത്തോടെ ഒന്നിച്ച് നിൽക്കുന്ന ഈ ഒരു പിക്ചർ നമ്മുടെ ജീവിതത്തെ വലിയ ഫാമിലിയുമായിട്ട് വലിയൊരു അറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മറ്റെന്ത് പിക്ചേഴ്സ് നിങ്ങൾക്ക് അവിടെ വയ്ക്കാം. അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതാവണം. നമുക്ക് എപ്പോഴും ഒരു ഹാപ്പിനെസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പെയിൻറ്റിങ്സോ എന്തെങ്കിലും ഒരു ചിത്രമോ അവിടെ നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ ശീലിക്കുക. അത് നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ മനസ്സിന് ഒരുപാട് നല്ല ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അഞ്ചാമത്തെ കാര്യം രാവിലെ തന്നെ വഴക്ക് കൂടാതിരിക്കുക എന്നുള്ളതാണ്. പല വീടുകളിലും കണ്ടിട്ടുണ്ട്, അമ്മമാരും മക്കളും തമ്മിൽ വലിയ വഴക്കുണ്ടാവും, അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ വലിയ വഴക്കായിരിക്കും. അതിൽ കുറവായിട്ട് കണ്ടിട്ടുള്ളത് അച്ഛനും മക്കളും തമ്മിൽ അധികം വഴക്ക് കൂടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവാറുണ്ട്, കുറവാണ്. അപ്പോൾ ഏതായാലും ഏത് വഴക്കായി കഴിഞ്ഞാലും വഴക്കുകൾ രാവിലെ തന്നെ വീടുകളിൽ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ വഴക്കം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ഈ വഴക്കം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സ് അസ്വസ്ഥമായിരിക്കും. അത് ജോലി സ്ഥലങ്ങളിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ബാധിക്കും അല്ലേ. സ്കൂളിലൊക്കെ പോകുന്ന ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ കുട്ടികളെയൊക്കെ പഠിപ്പിക്കണ്ടേ, വീട്ടിൽ വഴക്കം കൂടി സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വഴക്കൊക്കെ കുട്ടികളോട് തീർക്കും. അതല്ലേ പലപ്പോഴും പല സാഹചര്യങ്ങളിലും സംഭവിക്കാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സ് രാവിലെ തന്നെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക. വഴക്ക് കൂടുന്ന പരിപാടികളൊക്കെ നമ്മൾ രാവിലെ തന്നെ വഴക്ക് കൂടുന്ന പരിപാടികളൊക്കെ നമ്മൾ നിർത്തുക. എല്ലാവരും പരസ്പരം സഹായിക്കുക. പലപ്പോഴും ഈ തിരക്ക് കൊണ്ടായിരിക്കാം ഈ ബഹളങ്ങളൊക്കെ പല വീടുകളിലും ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അടുക്കളയിലൊക്കെ കയറിയിട്ട് ചില കാര്യങ്ങളും സഹായങ്ങളും ഒക്കെ നൽകാം, മക്കൾക്കും സഹായിക്കാം. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് സ്നേഹത്തോടെ കളിയും ചിരിയും തമാശകളും ഒക്കെ പങ്കിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്നിച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ വീട് വളരെ സുന്ദരമായ മനോഹരമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നിലനിൽക്കും. അതുകൊണ്ട് ഈ വഴക്ക് കൂടുന്ന കലാപരിപാടിയും തീർച്ചയായിട്ടും രാവിലെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരടുക്കും ചിട്ടയുടെയും ഭാഗം തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ഇനി അവസാനമായിട്ട് സിമ്പിളായിട്ടൊന്ന് പറയാനുള്ളത്, എല്ലാ ദിവസവും രാവിലെ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും ജോലിക്ക് പോകുന്നില്ലെങ്കിലും വ്യായാമം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒക്കെ രാവിലെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുന്നത് നമ്മുടെ ശരീരം മാത്രമല്ല മനസ്സ് കൂടി ഒന്ന് റിഫ്രഷ് ആവുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലവണ്ണം ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുക. ചില പരാതികളൊക്കെ ഉണ്ടാവും, സ്ത്രീകളെ സംബന്ധിച്ച് മുടി ഉണങ്ങുന്നില്ല എന്നൊക്കെയുള്ള പരാതികളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. കുറച്ച് നേരത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. എക്സ്ക്യൂസുകൾ പറയാമെന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ 6 കാര്യങ്ങൾക്കും പിന്നെ ഒരു പ്രസക്തി ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് തീർച്ചയായിട്ടും എക്സ്ക്യൂസുകൾ പറയാൻ പറ്റും. എക്സ്ക്യൂസുകളല്ല, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് റിസ്ക് എടുത്തിട്ടും നമ്മളത് ഏറ്റെടുക്കുക, ആസ്വദിച്ചിട്ട് അതിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളത് ജീവിതത്തോടൊപ്പം ചേർത്ത് മുന്നോട്ട് പോവുക. ഈ 6 കാര്യങ്ങളും ജീവിതത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചാൽ കുറെ കൂടി മനോഹരമായിരിക്കും. ഒരു ദിവസത്തെ മികച്ച രീതിയിൽ നമുക്ക് തുടങ്ങാനുമാവും. ജീവിതം മനോഹരമാക്കപ്പെടുന്നത് നമ്മളിലൂടെ തന്നെയാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയാണ്, നമ്മുടെ കാഴ്ചപ്പാടുകളിലൂടെയാണ്, നമ്മുടെ ചിന്തകളിലൂടെയാണ്. നല്ല ശീലങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അത് ജീവിതത്തെ മനോഹരമാക്കുന്നുണ്ട്, ഭംഗിയുള്ള ഒരു യാത്രയാക്കി മാറ്റുന്നുണ്ട്. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.